പ്രിയങ്കയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തു പറയാനാ ഉർവശി, ഒരു ഭേദവും ഇല്ല. ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് പേടിയായിക്കൊണ്ടിരിക്കുക. എന്റെ മോൾ എന്നും ഇങ്ങനെ ആയി പോവോന്ന്. അങ്ങനെയൊന്നുമില്ല, എല്ലാം നേരെയാവും. സത്യം പറഞ്ഞ എനിക്കും കൽപ്പനയ്ക്കും പ്രിയങ്ക വന്നൊന്ന് കാണണമെന്നുണ്ട്. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടിട്ട് വരാൻ തോന്നുന്നില്ല. എങ്ങനെയാ അത് കണ്ടു നിൽക്കുക? അയ്യോ, ഞാനും കൽപ്പനയും ഏതു നേരവും നിങ്ങളുടെ കാര്യങ്ങളെ സംസാരിക്കുന്നത്. പ്രിയങ്ക ഇങ്ങനെ ആയതിന്റെ ഉത്തരവാദിത്വം രാധികയ്ക്ക് തന്നെയാ. അവള് വരുണിനെ ആഗ്രഹിച്ചില്ലെങ്കിൽ ഇന്നും പ്രിയങ്ക കണിമംഗലത്ത് ജീവിക്കേണ്ടവളല്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രിയങ്ക ഇത്തരത്തിലാക്കിയതും മുത്തശ്ശിയെ ഭ്രാന്തിയാക്കിയതും ഒക്കെ അവളുടെ പ്ലാനിങ്ങാ. അവളെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി ഉണ്ടാവക്ക്. അതിന് മുതിർന്നവരെ അവൾക്ക് കൂടെ നിർത്താനും അറിയാം, ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും അറിയാം. പിന്നെ എന്റെ മനസ്സിൽ ഒരു പ്രതികാരം ഉണ്ട് ഉർവശി. പക്ഷേ എന്റെ മോള് ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ എനിക്ക് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? അതിനെ ഞാനും കൽപ്പനയില്ലേ. നമ്മൾ ഒന്നിച്ചു നിന്നാലേ അവളും വരണുവേ നമ്മുടെ മുമ്പിൽ നിസ്സാരമാ. അതെ, പിന്നെ അന്ന് ഞാൻ കൊടുത്തുവിട്ട മാല ഇപ്പോഴും യശോദയുടെ കഴുത്തിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിശദമായിട്ട് സുകുമാരിയമ്മയോട് ഞാൻ പിന്നീട് പറയാം. ആ പ്ലാൻ വിജയിച്ച രാധിക കണിമംഗലത്ത് നിന്നും ഇറങ്ങേണ്ടി വരും. കുറച്ചു നാളത്തേക്കല്ല, എന്നേക്കുമായിട്ട്. അപ്പോഴേക്കും പ്രിയങ്കയുടെ അവസ്ഥ ശരിയാവുകയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യാം. അയ്യോ, എനിക്ക് ശരിയാവുമെങ്കിൽ അങ്ങോട്ട് ചെല്ലാന്ന്. പ്രിയങ്കയെ ഞങ്ങൾ നോക്കിക്കോളാം സുകുമാരിയമ്മേ. സുകുമാരിയമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ കൂടെ ഉള്ളതാ ഇപ്പൊ എന്റെ ഒരു വിശ്വാസം. ഞങ്ങളുടെ ശക്തി എന്താണെന്നേ വൈകാതെ സുകുമാരിയമ്മയ്ക്ക് കാണിച്ചു തരാം. ഞാനിപ്പോ ഫോൺ വെക്കുകയാണേ. അവളുമാരുടെ ഒരു സ്നേഹം. കാര്യം കാണാൻ വേണ്ടി പഞ്ചാരവാക്കും പറഞ്ഞു വരുന്നത് കണ്ടില്ലേ? വരട്ടടി മോളെ, നിനക്ക് നേർബുദ്ധി ഇല്ലാന്ന് പറഞ്ഞല്ലേ അവരീ കളി കളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ. അതിനുള്ള മറുപടി നമുക്ക് തിരിച്ചു കൊടുക്കണം. എന്തായാലും ഇങ്ങനൊരു വേഷം കെട്ടാൻ തോന്നിയ നന്നായി അല്ലേ മുത്തശ്ശി? എല്ലാവരുടെയും തനി സ്വഭാവം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു ദിവസം ഞാൻ എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട്. പ്രിയങ്കയുടെ വിശ്വരൂപം കാണുമ്പോ എല്ലാവരും ഞെട്ടിവരച്ച് താഴെ വീഴും അല്ലേ മുത്തശ്ശി? പ്രതികാരം ചെയ്യാനുള്ളവരോടൊക്കെ പ്രതികാരം ചെയ്തിട്ട് കൊല്ലാനുള്ളവരെയൊക്കെ കൊന്നിട്ട് നീ തിരിച്ചു വന്നാ മതി മോളെ. അത് കഴിഞ്ഞാ പിന്നെ നിന്റെ കാലമാ.
വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചോ.